എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഉണക്ക കപ്പ് വെച്ചുള്ള ഒരു അടിപൊളി പുഴുക്കാണ് കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് കേട്ടോ അമ്മേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ രാവിലത്തെ ഭക്ഷണം ഈ ഉണക്ക കപ്പ് പുഴുക്കും അതേപോലെ തന്നെ തലേദിവസം മീൻ ചാറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ടാണ് അത്ര. അപ്പോൾ നമുക്കിതെങ്ങനെ ഈ ഉണക്ക കപ്പ് വെച്ചിട്ട് ഈ പുഴുക്കുണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറച്ച് ഉണക്ക കപ്പ് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അല്ലാതെയും വേവിക്കാം. കുക്കറിലാകുമ്പോൾ നമുക്കത് എളുപ്പമാവുമല്ലോ എന്ന് വെച്ചിട്ടുണ്ട് ഒരു 3 വിസിലെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കപ്പയായി കിട്ടും. പിന്നെ ഇതിലോട്ട് ഞാൻ അര ഭാഗത്തോളം തന്നെ കേട്ടോ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ അളവിന് ഞാൻ 1 ടീസ്പൂണ് കുറച്ചും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2-3 വിസിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളം കൂടുതലില്ല കേട്ടോ ചേർത്തിരിക്കുന്നത്. നമ്മൾ ഊറ്റിക്കളയാനായിട്ടുള്ള വെള്ളം ഇതിലില്ല. അപ്പോൾ ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വെച്ച് കൊടുക്കാം. അതാവുമ്പോഴേക്കും നമുക്കതിന് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിലോട്ട് എടുത്തിരിക്കുന്നത് ചെറിയൊരു മൂടിയാണ് കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂൺ അളവ് എന്നൊക്കെ പറയാം കേട്ടോ. ആ ഒരു രീതിയിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, 2 ചെറിയുള്ളി, ഒരു 3 അല്ലിയോളം തന്നെ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും തന്നെ ഒട്ടും ചേർക്കാതെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് ഞാൻ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും അതേപോലെ തന്നെ കുക്കറിലായി കിടക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ തവി കൊണ്ടൊന്ന് മുട്ടിക്കുമ്പോഴേക്കും അങ്ങനെ പൊടിഞ്ഞ് പോകുന്ന പരുവത്തിലാണ് കേട്ടോ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് ഇതാ. അപ്പം ഇതിലോട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമ്മുടെ ഉണ്ടല്ലോ ചതച്ച് വെച്ചത് നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും നമ്മുടെ തലേദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിലേ അടിപൊളി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. കിട്ടു ടേസ്റ്റ് ആട്ടത്. പക്ഷെ എനിക്ക് നേരത്തെ ഒന്നും ഈ ഉണക്ക കപ്പ പറയുമ്പോൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ടേസ്റ്റ് മനസ്സിലായപ്പില്ലേ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ചേർത്തിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങയുടെ ഒരു പച്ചമണം ഉണ്ടാവില്ല, ചെറിയൊരു പച്ചമണം മാറാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒരു കുക്കറിന് മൂടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് അടയ്ക്കേണ്ട. ഒരിത്തിരി നേരം ഒന്ന് നമ്മുടെ ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പപ്പുഴുക്ക് തന്നെയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ അളവിൽ തന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നമ്മുടെ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. സ്നാക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, സ്നാക്കായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളത് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വെളിച്ചെണ്ണയും കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു അടിപൊളി ഉണക്കക്കപ്പ് വെച്ചിട്ടുള്ള ഈ പുഴുക്കുണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണത്. അതിന് പുറമെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലായിടങ്ങളിലും കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഈ ഉണക്കക്കപ്പ എന്ന് പറയുന്നത്. കോട്ടയം ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടെന്ന് പറയാം. പക്ഷേ ഇത് ഞങ്ങൾ പാലക്കാട്ടുകാരാണ് കേട്ടത്. എൻ്റെ അമ്മയുടെ പണിയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ കുറച്ച് കപ്പ എടുത്തിട്ട് ഉണക്കി വെക്കും കേട്ടോ. എന്നതിന് ശേഷം എന്നിട്ട് മഴക്കാലത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാറാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു പുഴുക്കുണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.